ബാക്കിൽ നമ്മൾ ഡിസ്ക് നോക്കുന്ന ടൈമിൽ 300mm ഡിസ്ക് ആട്ടോ വന്നേക്കുന്നത്. സാധാരണ അങ്ങനെ അധികം ബൈക്സ് ബാക്കിൽ ഇത്രയും വലിയ ഡിസ്ക് കണ്ടിട്ടില്ല. മറ്റേതൊരു ക്രൂസർ ആണെങ്കിൽ ഇത് ശരിക്കും ഒരു റോഡ്സ്റ്റർ ആട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ റിവ്യൂ വീഡിയോ കേട്ടോ. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് വെച്ചാൽ അത്യാവശ്യം സ്പെഷ്യൽ ആയിട്ടുള്ള വണ്ടി കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ബോബർന്നോ ഒരു റോഡ്സ്റ്റർന്നോ എന്നൊക്കെ പറയാൻ പറ്റുന്ന എല്ലാം ഒരു കാറ്റഗറിയിലും പെടുന്ന ഒരു ബൈക്കാന്ന് വേണം പറയാൻ കേട്ടോ. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത നമ്മുടെ പുതിയ ഷോട്ട്ഗൺ 650. യെസ് ഗൈസ്, കണ്ടില്ലേ, ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. നമുക്കിനി ഫസ്റ്റ് ലുക്സിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. നമ്മുടെ സൂപ്പർ മീറ്റിയർ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അതിനെക്കാട്ടി കുറച്ച് സൈസ് കുറവ് കേട്ടോ. അത് ഭയങ്കര ഒരു ബൾക്കായിട്ടുള്ള ഒരു വണ്ടിയാന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഒരു വലിയൊരു ക്രൂസറിനെ പോലെ. ഇത് കുറച്ചുകൂടെ ഒന്ന് എലിഞ്ഞിട്ടൊക്കെ ഉള്ള ഡിസൈനാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ ഒരു റോഡ്സ്റ്റർ ടൈപ്പ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. മറ്റേതൊരു ക്രൂസർ ആണെങ്കിൽ ഇത് ശരിക്കും ഒരു റോഡ്സ്റ്റർ കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ബൈക്കാണ്. നമുക്കിത് അത്യാവശ്യം കുറേ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് വീഡിയോയ്ക്കകത്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ലുക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ടൈമിൽ ഹെഡ്ലൈറ്റ് കണ്ടില്ലേ. ഈ ഹെഡ്ലൈറ്റ് സെറ്റപ്പ് നമ്മൾ ഫസ്റ്റ് കണ്ടേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൂപ്പർ മീറ്റിയർ ഇല്ലേ, അതിൽ കണ്ടേക്കുന്ന ഹെഡ്ലൈറ്റ് സെറ്റപ്പാട്ടോ ഇതിനകത്തും വന്നേക്കുന്നത്. ഇതിനകത്ത് പിന്നെ ചെറിയ രണ്ട് DRLും വന്നപ്പോൾ ഉണ്ട്. ഇതേ കണ്ടില്ലേ, ഇവിടെ രണ്ട് ചെറിയ DRL വന്നപ്പോൾ ഉണ്ട്. നമ്മൾ അതിൽ കണ്ടേക്കുന്ന അതേ സെയിം ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വന്നേക്കുന്നത്. 42mm ഷോവയുടെ സസ്പെൻഷൻ കേട്ടോ വന്നേക്കുന്നത്. എനിക്ക് സസ്പെൻഷൻ ഫീലൊന്നും കാര്യമായിട്ട് അറിയത്തില്ല. നമ്മളെ സൂപ്പർ മീറ്റിയർ വന്നേക്കുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ കേട്ടോ. ഇതിലെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. സെയിം സസ്പെൻഷൻ യൂണിറ്റ് തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അത്യാവശ്യം ടൈറ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ ടയേഴ്സ് നോക്കുന്ന ടൈമിൽ 118R18 ടയേഴ്സ് കേട്ടോ വന്നേക്കുന്നത്. ഒരു 18 ഇഞ്ച് അലോയ് സെറ്റപ്പ് ഇതിനകത്ത് വന്നേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. ട്യൂബ്ലെസ് ടയേഴ്സ് വന്നേക്കുന്നത്. അതിൻ്റെ ഭാഗത്തൊന്നും യാതൊരു കുഴപ്പമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഗ്രിപ്പൊക്കെ കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. സിയറ്റിൻ്റെ ടയേഴ്സ് വന്നേക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ടയറല്ല സിയറ്റിൻ്റെ. ഫ്രണ്ട് ഡിസ്ക് നോക്കുന്ന ടൈമിൽ 320mm ഡിസ്ക് ആട്ടോ വന്നേക്കുന്നത്. അത് വെന്റിലേറ്റഡ് ഡിസ്ക്കാണ് വന്നേക്കുന്നത്. ഇത് കാലിപ്പേഴ്സ് നോക്കുമ്പോഴാണെങ്കിൽ ട്വിൻ പിസ്റ്റൺ കാലിപ്പേഴ്സാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ബ്രേക്സിൻ്റെ ഭാഗത്തൊന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ ഇതിനകത്ത് ഫ്രണ്ട് വന്നേക്കുന്നത് 320mm, പുറകെ വന്നേക്കുന്നത് 300mm. നമ്മൾ ബാക്കിലോട്ട് വരുമ്പോൾ ആ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അതെന്താ അങ്ങനെ വന്നേക്കുന്നതെന്ന്. പിന്നെ നമ്മൾ സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ടിൻ എക്സോസ്റ്റ് പോയേക്കുന്നതാണ്. ഇത് ഓഫ് കോഴ്സ് ഇതൊരു ടിൻ സിലിണ്ടർ വണ്ടിയാണ്. പിന്നെ നമ്മുടെ ഇവിടെ റേഡിയേറ്ററും കാര്യങ്ങളും ഇവിടെ കൊടുത്തേപ്പോൾ ഉണ്ട്, ഒരു ഓയിൽ കൂൾഡ് ആയിട്ടുള്ള. നമ്മുടെ എൻജിൻ സൈഡ് നോക്കുന്ന ടൈമിലാണെങ്കിൽ ഒരു 648cc എയർ ആൻഡ് ലിക്വിഡ് കൂൾഡ് എൻജിനാണ് കേട്ടോ വന്നേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു എൻജിൻ കോൺഫിഗറേഷനാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഏകദേശം ആണെങ്കിൽ 47 PS പവറും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ ഒരു 52 Nm ടോർക്കും ഇതിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ കേട്ടോ. പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്ന് പറയുമ്പം നമ്മൾ ഡ്യൂക്കിലൊക്കെ കാണുന്ന പോലത്തെ ഉള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല. ഇത് അത്യാവശ്യം ഒരു ടോർക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു എഞ്ചിനാണ് കേട്ടോ. ഈ നമ്മുടെ എയർ ബോക്സ് ഒക്കെ വരുന്നിടത്തായിട്ട് ഇവിടെ ഷോട്ട് ഗൺ എന്ന് എഴുതിയപ്പോൾ ഉണ്ട്, 650 എന്ന് എഴുതിയപ്പോൾ ഉണ്ട്. ബാക്കിലത്തെ ടയർ നോക്കുന്ന ടൈമിൽ 150/70R17 ടയേഴ്സ് കേട്ടോ നമുക്ക് ബാക്ക് വന്നേക്കുന്നത്. അതും സിയറ്റിൻ്റെ ടയേഴ്സ് തന്നെ വന്നേക്കുന്നത്. സിയറ്റിൻ്റെ റോഡ് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു ടയർ യൂണിറ്റ് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ബാക്കിലത്തെ സസ്പെൻഷൻ എന്നാലും അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ ആയിരിക്കും എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ബാക്കിൽ നമ്മൾ ഡിസ്ക് നോക്കുന്ന ടൈമിൽ 300mm ഡിസ്ക് കേട്ടോ വന്നേക്കുന്നത്. സാധാരണ അങ്ങനെ അധികം ബൈക്സ് ബാക്കിൽ ഇത്രയും വലിയ ഡിസ്ക് കണ്ടിട്ടില്ല. ഏകദേശം ഫ്രണ്ട് ഡിസ്കിൻ്റെ അതേ സൈസ് തന്നെ ഉണ്ട്. ഫ്രണ്ട് 320, ഇത് 300mm. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓവറോൾ വെയിറ്റ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് വെയിറ്റ് കൂടുതൽ ലോഡ് വരുന്നത്. അത് ആ ബാക്കിലാണെങ്കിൽ 300mm ഡിസ്ക് കൊടുത്തേക്കുന്നത് കേട്ടോ. നമ്മുടെ സൂപ്പർ മീറ്റിയറിലും ഇങ്ങനെ തന്നെ വന്നേക്കുന്നത്. സീറ്റ് നോക്കുന്ന ടൈമിൽ കണ്ടില്ലേ, സീറ്റ് അത്യാവശ്യം നല്ല കുഷ്യൻ്റ് ആയിട്ടുള്ള സീറ്റ് കേട്ടോ. നമ്മുടെ റൈഡറിൻ്റെ സീറ്റ് കേട്ടോ, കിഡിലായിട്ടുള്ള സുഖമായിട്ട് കംഫർട്ടബിളായിട്ട് നമുക്കിരുന്ന് പോകാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ ചെറിയൊരു പില്ലിയൻ്റെ സീറ്റും വന്നപ്പോൾ ഉണ്ട്. രണ്ട് നല്ല പർപ്പസ്ഫുള്ളായിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്ന ഗ്രാബ് റെയിൽ സെറ്റപ്പും വന്നപ്പോൾ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിന് നല്ലൊരു ഗ്രാബ് റെയിലും വേണം, ഒരു ബാക്ക് റെസ്റ്റും വേണം കേട്ടോ. എന്ന് വെച്ചാൽ അമ്മാതിരി ടോർക്കായി വണ്ടി ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമ്മൾ ത്രോട്ടിൽ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ പവർ കൊണ്ടല്ല ഈ വണ്ടി പേടിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ ഈ വണ്ടി പേടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോർക്ക് കൊണ്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല മാസീവായിട്ടുള്ള ഒരു ടോർക്കായിട്ടുള്ള ഒരു എഞ്ചിൻ കേട്ടോ. ഇത് കണ്ടില്ല, ഇവിടെ അതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്കിങ്ങനെ അഴിക്കാനൊക്കെ പറ്റും. കണ്ടില്ലേ, ഇത് അഴിച്ചിങ്ങനെ മാറ്റാൻ പറ്റുന്നതാണ്. അത് മാറ്റിയിട്ട് ഇവിടെ നോക്കുന്ന ടൈമിൽ നമുക്ക് ലഗേജൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പും വന്നപ്പോൾ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്ന് വെച്ചാൽ ഇത് വേണമെങ്കിൽ ഒരു ബോബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം.
ഒരു ക്രൂസറായിട്ട് യൂസ് ചെയ്യാം, റോഡ്സ്റ്ററായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പല ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇവിടെ നല്ലൊരു പർപ്പസ്ഫുള്ളായിട്ടുള്ള ഗ്രാബ് റെയിൽസും നമ്മുടെ സാധനങ്ങളൊക്കെ ടൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലഗേജ് റാക്കും വന്നേപ്പോൾ ഉണ്ട് കേട്ടോ. അതേ കൈസ്, നമുക്കിനി വണ്ടിക്കകത്ത് കയറി ഇരുന്നിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ ഹൈറ്റ് വരുന്നതെന്ന് വെച്ചാൽ 5.5 കേട്ടോ. അത് വെച്ചിട്ട് എനിക്ക് രണ്ട് സൈഡും ഒരുവിധം കാല് കുത്താനേ പറ്റുന്നുള്ളൂ. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് ഏകദേശം 800 mm കേട്ടോ. ഏകദേശം അല്ല, കറക്റ്റ് 800 mm ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. കുഴപ്പമില്ല, ഇതിൻ്റെ വെയിറ്റ് വെച്ചിട്ട് അത്യാവശ്യം നല്ലോണം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റ് കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സൂപ്പർ മീറ്റിയർ ഇല്ലയോ, അതിനെക്കാട്ടി അത്യാവശ്യം വെയിറ്റ് കുറവുണ്ട് ഇത് കേട്ടോ. അത്യാവശ്യം നല്ല എന്താ നമുക്ക് കൊണ്ട് നടക്കാനും ഒരു ഇത് തോന്നുന്നുണ്ട്, ഒരു ഈസിനെസ് തോന്നുന്നുണ്ട്. മറ്റേ നമ്മുടെ സൂപ്പർ മീറ്റിയർ അങ്ങനെയല്ല, അത് അത്യാവശ്യം ഒരു ഹെവി ആയിട്ടുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല വീൽ ബേസും ഉണ്ട്. ഏകദേശം ആ വീൽ ബേസ് ഒക്കെ തന്നെ ഇതിനകത്തുണ്ട്. ഇത് എന്നാലും കുറച്ചുകൂടെ ഒന്ന് ചെറുതായതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ടാങ്ക് നോക്കുന്ന ടൈമിൽ സൂപ്പർ മീറ്റിയർ കണ്ടിട്ടില്ല, ആ സെയിം ടാങ്ക് സെറ്റപ്പ് ഒക്കെ ഇതിനകത്ത് വന്നേക്കുന്നത്. ഇനി നമുക്ക് ഹാൻഡിൽ ബാറിൽ എന്തൊക്കെയാണ് വന്നേക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കുന്ന ടൈമിൽ നമുക്കാണെങ്കിൽ ഒരു കിൽ സ്വിച്ച് ഇതിൽ വന്നപ്പോൾ ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ടിപ്പിക്കൽ ഇപ്പോഴത്തെ എൻഫീൽഡിൻ്റെ ബൈക്സിലൊക്കെ കാണുന്നില്ല, അതേപോലത്തെ ഒരു കിൽ സ്വിച്ച് യൂണിറ്റ് ആട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ഇവിടെ ആണെങ്കിൽ അസാഡിൻ്റെ ഒരു സ്വിച്ച് വന്നപ്പോൾ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഡിമ്മ്, ബ്രൈറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇവിടെ ഇൻഡിക്കേറ്റർ, ഇവിടെ ഹോണൊക്കെ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു ട്രിപ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ഇവിടെ ചെറിയൊരു ബട്ടൺ പോലെ വന്നേപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇവിടെ ചെറിയ ബട്ടൺ പോലെ വന്നേപ്പോൾ. മിറേഴ്സ് ഒക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല മിറേഴ്സ് ആട്ടോ, നല്ല ചെറിയ മിററാണ്. വലിയ എനിക്കറിയത്തില്ല വൈബ്രേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ഓടിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ജസ്റ്റ് പിന്നെ ആണെങ്കിൽ ഒരു നാവിഗേഷൻ്റെ ഒരു സംഭവം ഇവിടെ വന്നേപ്പോൾ ഉണ്ട്. അത്യാവശ്യം നൈസ് കേട്ടോ. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഇവിടെ ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. എക്സോസ്റ്റ് നോട്ട് കേട്ടില്ലയോ, അത്യാവശ്യം കിടില എക്സോസ്റ്റ് നോട്ട് കേട്ടോ. എക്സോസ്റ്റ് നോട്ട് കേട്ടില്ല, അത്യാവശ്യം എന്താ നമ്മൾ റവ് ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം ചെറുതായിട്ട് ഒരു ക്രാക്ലിങ് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു ക്രാക്ലിംഗ് ഒക്കെ കേൾക്കത്തില്ലേ, ഒരു പൊട്ടലൊക്കെ, അത് നമുക്ക് ഇതിനകത്ത് കേൾക്കാം കേട്ടോ. അത്യാവശ്യം നല്ല രസമുണ്ട്.